ഇത് രാവിലെ ഇട്ടുകൊണ്ട് വന്നപ്പോഴേ ഇതിട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയെ ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി എന്താന്ന് വെച്ചാൽ പറയാം ചുമ്മാ അല്ല നിക്കറത് ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് തന്നെ ഞാൻ ഇടുന്നെന്ന് പറഞ്ഞു. ഇനി പോരട്ടെ എന്ന് പറഞ്ഞു. എങ്ങോട്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിന് തന്നെ ഇടുന്നെന്ന് ഉറക്കെ കൊണ്ട് പറഞ്ഞു. ചിരിക്കുന്നു രണ്ടുപേരും. അവർക്ക് ഇതൊക്കെ തമാശയാട്ടോ. അപ്പോ എല്ലാരും കേട്ടല്ലോ, രേണുസുതി ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇതുപോലെ നിക്കറൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പുറകിൽ നിന്ന് ചിരിച്ചു അത്രേ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വെറുതെ എല്ലാ ആൾക്കാരും നിക്കർ വിധവയെന്ന് വിളിക്കുന്നതെന്ന്. അപ്പൊ അവർക്കതൊരു തമാശയാണെന്നാ പറയുന്നത്. അപ്പൊ ഇതില് രേണു പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഓരോ ആൾക്കാരും ഇടുന്നതാണല്ലോ. അതൊക്കെ രേണുവും രേണുവിന്റെ വീട്ടുകാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ വലിയ ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നു, എന്നെ നിക്കർ വിധവയെന്ന് വിളിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇവർക്ക് ഇത് തന്നെയാ വേണ്ട. ഇവരെപ്പോഴും ഇങ്ങനെ ആൾക്കാരെ നെഗറ്റീവ് പറയണം. കാരണം നെഗറ്റീവിലൂടെ മാത്രമേ രേണുസുതിക്ക് ഇതുപോലെ ഉയരാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കോപ്രായങ്ങൾ രേണുസുതി കാണിക്കും. കാരണം നല്ലതൊന്നും ചെയ്താൽ എവിടെയും എത്താൻ പോകുന്നില്ല. പകരം ഇതുപോലുള്ള കുറച്ച് അറ്റവും മൂലയൊക്കെ കാണിച്ച് വരുമ്പോഴത്തേക്കും നല്ല റീച്ച് കിട്ടും. എന്തായാലും ഈ ഒരു റീച്ച് അങ്ങോളം കിട്ടുമെന്ന് രേണുസുതി സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കുറച്ച് നാളുകൂടെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകും. അടുത്തൊരു താരം വരുമ്പോഴത്തേക്കിനും എല്ലാവരും രേണുസുതി അങ്ങ് മറക്കും. എന്തായാലും കിട്ടുന്ന അവസരമൊക്കെ നല്ല രീതിയിൽ അങ്ങ് മുതലാക്കിക്കോ. നിക്കർ വിധവ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വിളിക്കാമല്ലോ നിക്കർ വിധവ എന്ന്. കാരണം പുള്ളിക്കാരിക്കും പ്രശ്നമില്ല, പുള്ളിക്കാരുടെ വീട്ടുകാർക്കും പ്രശ്നമില്ല. പിന്നെ നമുക്ക് എന്താ വിളിച്ചാ നിക്കർ വിധവ.